വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന മാന്നാനം കുന്നിൽ എല്ലാ വർഷവും നടക്കുന്ന 40 മണി ആരാധനയ്ക്ക് ഈ വർഷം ഒരു വലിയൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ ജീസസ് യൂത്തിലെ വിദ്യാർത്ഥികളും ഈ മാന്നാനത്തെ സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളും അധ്യാപകരും ചേർന്ന് ദീപികാരുണ്യ അത്ഭുതം ലോകത്ത് വിവിധ സ്ഥലങ്ങളിൽ നടന്നതിൻ്റെ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ പ്രോ ലൈഫിനെക്കുറിച്ച് കുഞ്ഞുങ്ങളെ ജീവിതത്തിൻ്റെ ഓരോ മനുഷ്യജീവനെക്കുറിച്ച് നന്നായിട്ട് അവതരിപ്പിക്കുവാനായി ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് സാധിച്ചു. അവർ സംഘടിപ്പിച്ച എക്സിബിഷൻ ഇവിടെ കടന്നു വന്ന അനേകർക്ക് വലിയൊരു അറിവിനും ദൈവിക ബോധത്തിനും കാരണമായി മാറി. ആ വലിയ കാഴ്ചകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാൾ മാന്നാനം ആശ്രമ ദേവാലയത്തിൽ ആഘോഷിച്ചു വരികയാണ്. ഒത്തിരി അധികം ആൾക്കാർ ആശ്രമത്തിൽ യൗസേപ്പിതാവിൻ്റെ തിരുനാൾ ചടങ്ങുകളിൽ പങ്കെടുക്കാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവും. ഈസ്റ്ററിന് ശേഷമുള്ള 3-ാം ഞായറാഴ്ചയാണ് യൗസേപ്പിതാവിൻ്റെ തിരുനാൾ മാന്നാനം ആശ്രമ ദേവാലയത്തിൽ വർഷാവർഷങ്ങളായിട്ട് ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ തിരുനാളിൻ്റെ പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് ഒത്തിരി അധികം ജനങ്ങൾ ഈ ആശ്രമത്തിൽ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നത്, പ്രത്യേകിച്ച് 40 മണി ആരാധനയ്ക്ക്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രം അഭ്യസിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ് 40 മണി ആരാധന. കേരളത്തിൽ 40 മണി ആരാധന തുടങ്ങിയത് മാന്നാനം പള്ളിയിലാണ് എന്ന് ചരിത്ര പുസ്തകങ്ങളൊക്കെ സാക്ഷിക്കുന്നുണ്ട്. വിശുദ്ധ ചാവറയച്ചൻ്റെ കാലത്താണ് അത് തുടങ്ങിയത്. ഇപ്രാവശ്യം 40 മണി ആരാധനയോട് ചേർന്ന് നടത്തിയ ഒരു എക്സിബിഷൻ, അതിനകത്ത് പ്രോ ലൈഫ് മൂവ്മെൻറ്റ് ചില ആക്ടിവിറ്റീസ്, ഒപ്പം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ലോകമെങ്ങും പ്രചരിപ്പിക്കുവാനായിട്ട് ദൈവികമായിട്ടുള്ള വെളിപാടുകളോടുകൂടി ഇറങ്ങിത്തിരിച്ച ചില വിശുദ്ധരുടെ കഥകളൊക്കെ അവിടെ എക്സിബിറ്റ് ചെയ്തിരുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നിയത് പ്രോ ലൈഫ് മൂവ്മെൻറ്റിൻ്റെ ചില ആക്ടിവിറ്റീസ്, ജീവൻ തമ്പുരാൻ കൊടുത്തതാണെന്നും ഈ ജീവൻ നശിപ്പിക്കാൻ ആർക്കും അധികാരമില്ലെന്ന് സന്ദർശിച്ച ആരുടെ ഉള്ളിൽ തട്ടത്തക്ക രീതിയിൽ വിശദീകരിച്ച ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അവിടെ ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ സ്റ്റുഡൻസ്, അവരുടെ ജീസസ് യൂത്ത് ഗ്രൂപ്പിലെ മിടുക്കന്മാരും മിടുക്കികളും, ഒപ്പം അവരോട് ചേർന്ന് പ്രവർത്തിച്ച മാന്നാനം സൺഡേ സ്കൂളിലെ കുട്ടികൾ, അവരുടെ അധ്യാപകർ, അവരെ പരിശീലിപ്പിച്ച ബ്രദേഴ്സ്. ഇനിയും എൻ്റെ പ്രാർത്ഥന ഇതാണ്, ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, ഈ മിടുക്കന്മാരുടെ കൂട്ടായ്മ തളരരുത്, മങ്ങരുത്, മായരുത് എന്നൊക്കെ ഇച്ചിരി ആലങ്കാരിക ഭാഷയാണെങ്കിൽ കൂടി അത് ഹൃദയത്തിൻ്റെ ഭാഷയായിട്ട് ഞാൻ അവതരിപ്പിക്കുകയാണ്. ഈ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഭൂമിയിലെ ഉപ്പായിട്ട് തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞ പോലെ പ്രകാശമാകുന്നു എന്ന് തമ്പുരാൻ്റെ വാക്കുകൾ ഞാൻ ഈ സമയത്ത് വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ ഭൂമിയുടെ ഉപ്പാകണം, സ്കൂളിൽ ഉപ്പാകണം, കോളേജുകളിൽ ഉപ്പാകണം, മെഡിക്കൽ കോളേജുകളിൽ ഉപ്പാകണം. അങ്ങനെ അവർ ലോകം മുഴുവൻ സാധുള്ള ഭക്ഷണമായിട്ട് നിറയട്ടെ, പ്രകാശിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമക്കൾക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും ഹൃദയപൂർവ്വം നേരുന്നു. നന്ദി. നിയമാവർത്തന പുസ്തകം 21-ാം അധ്യായം 8-ാമത്തെ തിരുവചനം നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: കർത്താവേ, അങ്ങ് വീണ്ടെടുത്ത ഇസ്രായേലിനോട് കരുണ തോന്നണമേ, നിഷ്കളങ്ക രക്തം ചുരിഞ്ഞവരുടെ മേൽ കരുണ തോന്നണമേ. ഈ ഭൂമിയിലെ സൗന്ദര്യം കാണാതെ കർത്താവിനും സഭയ്ക്കും ഏറ്റവും വലിയ അനുഗ്രഹമായി മാറേണ്ടവർ, ഈ ലോകത്തിൻ്റെ അനുഗ്രഹമായി മാറേണ്ടവർ നമ്മളുടെ അറിവില്ലായ്മ മൂലം, സ്വാർത്ഥത മൂലം അവരെ ജീവിക്കാൻ അനുവദിക്കാതെ കൊന്നുകളഞ്ഞെങ്കിൽ ഇനി ആ വലിയ അപരാധത്തിന് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇനിയുള്ള തലമുറകളിൽ ഇതുപോലെ നിഷ്കളങ്ക രക്തം വീഴാതെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കുവാനും
സഭയ്ക്കും നാടിനും കുടുംബത്തിനും എല്ലാവർക്കും അനുഗ്രഹമായി മാറുന്ന വലിയൊരു തലമുറയെ വാർത്തെടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി കരുണ തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്യാമറാമാൻ ആൻ്റണി ജോസഫിനൊപ്പം സജി ആൻ്റണി, ഷെക്കിന ന്യൂസ്.